പണ്ട് സ്കൂളിൽ എക്സിബിഷന് പോയപ്പോൾ കണ്ണ് തള്ളിയ ഐറ്റം. അന്ന് കണ്ണിറയെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. ടീച്ചേഴ്സ് തള്ളി വിടുന്ന ക്യൂയിലൂടെ പോയപ്പോൾ കണ്ണിലുടക്കിയ ഐറ്റം. അതൊക്കെ കണ്ണിറയെ കാണുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വന്നപ്പോഴാണ്. ഞാൻ ഈ മ്യൂസിയത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു കേട്ടോ. ചേട്ടായിയുടെ ആഗ്രഹം കൊണ്ട് വന്ന് പെട്ടതായി ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എത്ര കണ്ടാലും മതിവരാത്ത അത്ര കൗതുകമുണർത്തുന്ന ഐറ്റംസ് ഇതിനുള്ളിലുണ്ട് എന്നത്. കണ്ടോ ചത്ത പാമ്പിനെയൊക്കെ വെച്ചിരിക്കുന്നത്. കാടിനെ വിറപ്പിച്ച ജീവികളാണല്ലോ ഇതൊക്കെ. അങ്ങനെ ആവില്ല അല്ലേ, മൃഗശാലയിലുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചത്ത ഉടനെ കിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്തിട്ട് വെക്കാനായി. ജീവനുള്ളതാണെങ്കിൽ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമോ നമ്മള്? ഇപ്പൊ കണ്ട ചത്തപ്പോ ഒരു പൂച്ചക്കുഞ്ഞിന്റെ വില പോലും ഇല്ല. എന്ത് രസമായിട്ടല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്നെപ്പോലെ ചരിത്രം പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ അധ്യാപനത്തിന്റെ ഒരു രീതിയായിരിക്കും ആ ഇഷ്ടക്കേടിന് പുറകിൽ എന്നാണ് എൻ്റെ ഒരു തോന്നല്. എൻ്റെ അഭിപ്രായമാണേ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മൗറീഷ്യസ് ദ്വീപിൽ ജീവിച്ചിരുന്ന ഡോഡോ പക്ഷിയുടെ ചിത്രം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. മനുഷ്യരുടെ ഇടപെടലാണത്രേ അവയുടെ നാശത്തിന് കാരണം. അങ്ങനെ എത്ര ജീവികളല്ലേ നമ്മുടെ സ്വാർത്ഥതയുടെ ഫലമായിട്ട് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായത്. കടലിനടിയിൽ ജീവിച്ചിരുന്ന ജീവികൾ നമുക്ക് തെരണ്ടിയല്ലേ ഇത്. പലതരം തെരണ്ടികളുണ്ട്. കടലിനടിയിലെ ഭീകരന്മാരെ കണ്ടോ, ചത്തിട്ടും കണ്ടാൽ തന്നെ പേടിയാവും. അമ്മാതിരി ഐറ്റം. അടിപൊളിയായിരിക്കണേ സെറ്റ് ചെയ്ത് വെച്ചത്. അധികം നാട് ചുറ്റിയിട്ടില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇനി ഇവിടെ വരണം എന്നൊരു തോന്നല്. ഇവിടെ മുഴുവൻ ചുറ്റി നടന്ന് കാണണം. മ്യൂസിയങ്ങളെ ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അടുത്ത വരവിൽ 2 ദിവസമെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കും. അപ്പോൾ കാണാട്ടോ. ബൈ.